കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുക്കിയിട്ടുള്ളത് അത്യപൂർവ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യം. ജൂൺ ആദ്യം തിയേറ്റർ പ്രവർത്തന സജ്ജമാക്കും. നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ ഒരു ആശുപത്രിയാണ് കൊല്ലം ജില്ലാ ആശുപത്രി. പ്രത്യേകിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ചില ഇനങ്ങൾ, അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി, ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ ആശുപത്രിയിൽ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ശസ്ത്രക്രിയ റൂമാണ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ് ഇവിടെ സജ്ജമാവുന്നത്. ജില്ലാ പഞ്ചായത്ത് 1/2 കോടി രൂപ ചെലവഴിച്ച് അത് തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള ഒരുക്കങ്ങളും അതെല്ലാം നമുക്കിനി കാണാം. അത്യാധുനിക സൗകര്യം സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ യാഥാർത്ഥ്യമായി. സർജറി വിഭാഗത്തിൽ മാറിടത്തിലെയും കുടലിലെയും അർബുദം, തൈറോയിഡ്, സ്റ്റാപ്ലർ താക്കോൽദാര ശസ്ത്രക്രിയയ്ക്കുമുള്ള സൗകര്യം ലഭ്യമാണ്. ഓർത്തോ വിഭാഗത്തിൽ മുട്ട്, ഇടുപ്പല്ല് മാറ്റിവെക്കൽ, കുഞ്ഞുങ്ങൾക്കുള്ള എല്ല് ശസ്ത്രക്രിയയും, യൂറോളജി വിഭാഗത്തിൽ പുരുഷഗ്രന്ഥി വീക്കം, മൂത്രാശയക്കല്ല് നീക്കം എന്നിവയ്ക്കും, പോസ്റ്റേറ്റ് ക്യാൻസർ, വെരിക്കോസ് സർജറി എന്നിവയൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയും. ENT വിഭാഗത്തിൽ കർണപടം മാറ്റിവെക്കൽ ഉൾപ്പെടെ ശസ്ത്രക്രിയകൾ നടത്താം. നേത്ര വിഭാഗത്തിൽ ഗ്ലൂക്കോമ, കൺപോളകൾക്കുള്ള സർജറി, തിമിര ശസ്ത്രക്രിയയും ഇവിടെ ചെയ്യാം. ജില്ലാ ആശുപത്രിയുടെ 3 ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം ജൂൺ മാസം ആദ്യവാരം ആരംഭിക്കുകയാണ്. ജില്ലാ ആശുപത്രിക്കെതിരെ വരുന്ന വ്യാജമായ വാർത്തകൾ ആണ് നിലവിൽ ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 1.25 കോടി രൂപയാണ് 3 ഓപ്പറേഷൻ തിയേറ്ററുകൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത്. കൂടാതെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 143 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് 12, 7, 4 നിലകളുള്ള 3 കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലാ ആശുപത്രിയിൽ തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ തിയേറ്റർ പ്രവർത്തിക്കുന്ന വിക്ടോറിയ ആശുപത്രിയിൽ നിന്ന് ഉപകരണങ്ങൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ മുന്നേറുന്നു. തിയേറ്ററിനുള്ളിലെ അണുനശീകരണ പ്രവർത്തനത്തിന് ഉടൻ തുടക്കമാകും. അണുനശീകരണ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ തിയേറ്റർ തുറക്കാനാണ് ജില്ലാ ആശുപത്രിയുടെ തീരുമാനം. പ്രതിമാസം 400-ലധികം ശസ്ത്രക്രിയകൾ ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടന്നിരുന്നു. ഇപ്പോൾ ഈ ആധുനിക സൗകര്യങ്ങൾ കൂടി ആയതോടെ ശസ്ത്രക്രിയകളുടെ എണ്ണം വർദ്ധിക്കും. അത് സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഒരു വലിയ താങ്ങും തണലുമാകും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.